എല്ലാവർക്കും നീൽസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ സയന്റിഫിക് ഓഫീസറിന്റെ സ്പെക്ട്രോസ്കോപ്പി എന്നുള്ള ചാപ്റ്റർ ആണ് അല്ലെങ്കിൽ സെക്ഷൻ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലെ രണ്ടാമത്തെ ക്ലാസ് ആണിത്. നേരത്തെ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുടെ ഇൻട്രൊഡക്ഷൻ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി എന്നും ഏതങ്ങനെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്നും അതിന്റെ എനർജി ലെവൽസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ലോവർ എനർജി ലെവൽ മോളിക്യൂൾസുമായിട്ട് അബ്സോർബ് ചെയ്ത ഇന്ററാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് മൈക്രോവേവ് എനർജി അല്ലെങ്കിൽ റൊട്ടേഷണൽ സ്പെക്ട്ര കിട്ടും. അപ്പൊ ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ളതിലേക്ക് കടക്കാം. അപ്പൊ എന്താ മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ എന്താണ് സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിത്ത് മാറ്റർ ഇസ് കോൾഡ് ആസ് എ മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി. അതായത് മാറ്ററും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ തമ്മിലുള്ള ഇന്ററാക്ഷന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് സ്പെക്ട്രോസ്കോപ്പി. ഇനി മോളിക്കുലർ ലെവൽ ആയതുകൊണ്ട് ദാറ്റ് ഇസ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി എന്ന് നമ്മൾ പറയും. ഓൾറെഡി നമ്മൾ ഓരോ റേഞ്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സപ്പോസ് നമ്മൾ കൊടുക്കുന്ന എനർജി മൈക്രോവേവോ ഓർ IR ആണെങ്കിൽ അത് അബ്സോർബ് ചെയ്തിട്ട് കിട്ടുന്ന സ്പെക്ട്ര എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റൊട്ടേഷണൽ ഓർ മൈക്രോവേവ് സ്പെക്ട്ര ആണെന്ന് പറയാം നമുക്ക്. ഇനി IR റീജിയൻ ആണ് അബ്സോർബ് ചെയ്തതെങ്കിൽ ദാറ്റ് വി ഗെറ്റ് ദ സ്പെക്ട്രം കോൾഡ് ആസ് എ വൈബ്രേഷണൽ സ്പെക്ട്ര. ദെൻ നമ്മൾ UV ആണ് അബ്സോർബ് ചെയ്തെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് എ UV സ്പെക്ട്ര. പിന്നെ ഇതിൽ തന്നെ ഡിഫറെന്റ് കാറ്റഗറീസ് ഡിഫറെന്റ് ഉണ്ട്. അത് നമുക്ക് പതിയെ നോക്കാം. അപ്പൊ ഈ മൂന്നിന്റെയും ഡിഫറൻസ് നമുക്ക് മനസ്സിലായല്ലോ. ലോ എനർജി ആണ് റൊട്ടേഷണൽ സ്പെക്ട്ര കിട്ടുക. ഇൻ ബിറ്റ്വീൻ എനർജി ആണെങ്കിൽ വൈബ്രേഷൻ സ്പെക്ട്ര കിട്ടുക. ഹൈ എനർജി ആണെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് സ്പെക്ട്ര കിട്ടും. ഓക്കെ, ഇതില് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു റൊട്ടേഷണൽ സ്പെക്ട്ര ഓഫ് ഡയാറ്റോമിക് മോളിക്യൂൾ, ഒരു ലീനിയർ മോളിക്യൂളിന്റെ റൊട്ടേഷണൽ സ്പെക്ട്ര എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലീനിയർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രണ്ട് മോളിക്യൂൾസ് ഉണ്ടാവും അല്ലെ, രണ്ട് മോളിക്യൂൾസ് ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു H ഉം ഒരു Cl ഉം അങ്ങനെ ഡൈപോൾ ഉണ്ടാവും. ആ ഡൈപോളിന്റെ ഇന്ററാക്ഷൻ ഫലമായിട്ട് നമുക്കൊരു HCl ഒരു മിനിറ്റ്. കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലെ? റൊട്ടേഷണൽ സ്പെക്ട്ര ഓഫ് ഡയാറ്റോമിക് മോളിക്യൂൾ അല്ലെങ്കിൽ റിജിഡ് റൊട്ടേറ്റർ ആണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇതിന്റെ കണ്ടീഷൻ ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു ലീനിയർ മോളിക്യൂൾ നമുക്കൊരു റൊട്ടേഷണൽ സ്പെക്ട്ര കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ? ദ മോളിക്യൂൾ ഷുഡ് പൊസസ് എ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ആൻഡ് മൈക്രോവേവ് റീജിയനിൽ അത് അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് റൊട്ടേഷണൽ സ്പെക്ട്രം കിട്ടും. അപ്പൊ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ ഡൈപോൾ. നമ്മളൊരു കഴിഞ്ഞ ദിവസം തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡൈപോൾ HCl അല്ലെ. HCl ഒരു ഡൈപോൾ ആണ്, CO ഒരു ഡൈപോൾ ആണ്. അതേപോലെ H2O NO എല്ലാം ഡൈപോൾസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ HCl CO ഇതെല്ലാം ഡൈപോൾ ആണ്. ഓക്കെ, അപ്പൊ ഇതിലെല്ലാം എന്താണ് H+Cl- എന്നുള്ള കൺസിഡറേഷൻ വരും. H+Cl- ദാറ്റ് ഈസ് H പോസിറ്റീവും Cl മൈനസും. അപ്പൊ ഒരു ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യും. അതേപോലെ COവും C+ഉം O- അതും ഒരു ഡൈപോൾ ആണ്. അപ്പൊ ഒരു റൊട്ടേഷണൽ സ്പെക്ട്ര കാണിക്കാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? മോളിക്യൂൾ ഷുഡ് പൊസസ് എ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഓർ ഇറ്റ് ഷുഡ് ആക്ട് ആസ് എ ഡൈപോൾ. സോ ഇത്രയും കാര്യങ്ങളാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഒരു റൊട്ടേഷണൽ സ്പെക്ട്ര എങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് ഡയാറ്റോമിക് മോളിക്യൂളിൽ എങ്ങനെ നമ്മുടെ ട്രാൻസിഷൻ ഒക്കെ നടക്കണം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ
സോ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 മാസം ഇപ്പൊ HMCL എടുക്കുന്ന പകരം M1 M2 എന്നുള്ള ഒരു സ്ട്രക്ചർ എടുത്തിട്ടുണ്ട്. അതിൽ M1 M2 എന്നുള്ള 2 മാസം സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R1 R2 എന്ന് പറയുന്നത് സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ഇതിൽ നിന്നും അത് സെന്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് പ്രകാരം നമ്മൾ പറയുന്ന ഇക്വേഷൻ ആണ് M1 R1 ഈക്വൽ ടു M2 R2 എന്നുള്ളത്. M1 M2 എന്നുള്ളത് M1 R2 എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, ഇക്വേഷനിലേക്ക്. അടുത്തത് നമുക്ക് ഇതിന്റെ എനർജിയാണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നവരെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ I is equal to mu r square. Mu is called as a reduced mass of the molecule. അതെങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? 2 മാസിന്റെയും പ്രോഡക്റ്റും എടുത്തിട്ട് അതിന്റെ സമ്മ എടുത്ത് റെസിപ്രോക്കൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ we get the reduced mass of the molecule. ഇനി ഇതിന്റെ ആംഗുലർ മൊമെന്റം നമ്മൾ റൊട്ടേഷൻ ആണല്ലോ നോക്കുന്നത്. സോ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? I omega. That is I എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ആൻഡ് ഒമേഗ എന്ന് പറയുന്നത് ഒമേഗ ഇസ് ആംഗുലർ വെലോസിറ്റി, I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. സോ ഇതിന്റെ എനർജി ആണ് നമ്മൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ക്വാണ്ടം മെക്കാനിക്സ് പ്രകാരം ഇതിന്റെ ക്വാണ്ടം നമ്പർ വെച്ച് എഴുതുമ്പോൾ ടോട്ടൽ ആംഗുലർ മൊമെന്റ് L is equal to root of J into J plus 1 H by 2 pi അല്ലെങ്കിൽ H കട്ട് നമ്മൾ പറയാറുണ്ട് അല്ലെ. H by 2 pi എന്നുള്ളത് H കട്ട് ആണെന്ന് എഴുതാം. J is called as a rotational quantum number. It can take the value from 0 to etc. 1, 2, 3 etc. അതിന് ന്യൂമറിക്കൽ വാല്യൂ എടുക്കാം. ഇനി എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടോ? ഇനീഷ്യ EJ is equal to I 1 by 2 I omega square. EJ is equal to I by I omega square. I യുടെ വാല്യൂ I square omega square 2I എന്ന് എഴുതാം. ഇതിനെ in terms of L വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ എന്താ? H square by 8 pi square I into J plus 1 കിട്ടും. ഈ ഇക്വേഷൻ നമുക്ക് HC കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ബിക്കോസ് ദിസ് എനർജി ആൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ സെന്റിമീറ്റർ ഇൻവേഴ്സ്. നമ്മൾ വേവ് നമ്പറിന്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ എഴുതുന്നത്. സോ EJ by HC is written as EJ bar. EJ by HC is written as EJ bar. അതിനെ H square by 8 pi square IHC into J plus 1. അപ്പൊ പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഡിഫറൻസ് J into J plus 1 it is in terms of joule ആണ് കേട്ടോ. ഇതെന്താണ്? In terms of joule ആണ്. In terms of joule ആണ് വരിക. ഇതില് എഴുതിക്കുമ്പോൾ in terms of centimeter inverse ആണ് വരിക. ഓക്കെ, അപ്പൊ ഇത് E bar J ആണ് വരുന്നത്. ഇതിനെ നമുക്ക് ഇതിൽ നിന്നും ഒരു കോൺസ്റ്റന്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാണ് B എന്നുള്ളത്. റൊട്ടേഷണൽ കോൺസ്റ്റന്റ് നമ്മൾ പറയാറ് അതിനെ. B is given as H by 8 pi square IC. H by 8 pi square IC. ഇത് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. റൊട്ടേഷണൽ കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതുപോലെ ഈ ഇക്വേഷന് നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇൻ ടേംസ് ഓഫ് സെന്റിമീറ്റർ ഇൻവേഴ്സും ഇൻ ടേംസ് ഓഫ് നമുക്ക് ജൂൾസ്. ദിസ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ജൂൾ ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഡെറിവേഷൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് ഈ ഇക്വേഷൻസ് മാത്രം അറിഞ്ഞു വെക്കുക. So energy of this diatomic molecule is given by in terms of EJ bar ആണെങ്കിൽ B into J plus 1 centimeter inverse, where B is called as a rotational constant. അതിന്റെ വാല്യൂ H by 8 pi square IC. I എന്ന് പറയുന്നത് moment of inertia, C velocity of light ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് സ്പെക്ട്രം എങ്ങനെ നമുക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഇതിന്റെ ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പൊ ട്രാൻസിഷൻ നടക്കാൻ ഇതിന്റെ വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം അല്ലെ. ട്രാൻസിഷൻ നടക്കുമ്പോൾ എങ്ങനെയാ വാല്യൂ നമുക്ക് എടുക്കാം? ഇതില് എഴുതാം. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു നേരത്തെ?
പഠിച്ചത് ഇ ജെ ബാർ ഈക്വൽ ടു ബി ഇൻറ്റു ജെ ഇൻറ്റു ജെ പ്ലസ് വൺ. ആ ഇക്വേഷൻ പ്രകാരം ജെ ഇസ് ഈക്വൽ ടു 0 ടു നമുക്ക് ആദ്യ ട്രാൻസിഷൻ എടുക്കാം. ജെ ഇസ് ഈക്വൽ ടു 0 ടു 0. ജെ ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്താ വരിക? ജെ ഇസ് ഈക്വൽ ടു 0 കൊടുത്താൽ ആസ് പെർ ദിസ് ഇക്വേഷൻ 0 ആണ് അല്ലെ. അപ്പൊ ഇ ജെ ബാറും എന്തായിരിക്കും? എല്ലാ ടേംസും 0 ആയിട്ട് മാറും. അപ്പൊ ഇ ജെ ബാർ ഈക്വൽ ജെ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ ജെ ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 0 തന്നെ ആയിരിക്കും. വണ്ണ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താ? 2b ആണ് കിട്ടുക അല്ലെ. 2b നമുക്ക് കിട്ടും. എങ്ങനെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇ ജെ ബാർ ഈക്വൽ ടു 2b ഇൻറ്റു ജെ പ്ലസ് വൺ അല്ലെ. ഇല്ല, ഇ ജെ ബാർ ഈക്വൽ ടു ബി ഇൻറ്റു ജെ പ്ലസ് വൺ. ഓക്കെ, ഇതില് ജെ ഇസ് ഈക്വൽ ടു ബി പുട്ട് ജെ ഇസ് ഈക്വൽ ടു 1 കൊടുക്കാം. ജെ ഇസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഇ വൺ ഈക്വൽ ടു അപ്പൊ 1 പ്ലസ് 1 2 2 ഇൻറ്റു 1 1 അപ്പൊ 2b എന്ന് കിട്ടും അല്ലെ. അപ്പൊ 2b. അപ്പൊ ഫസ്റ്റ് ട്രാൻസിഷൻ വാല്യൂ 2b സെന്റിമീറ്റർ ഇൻവേഴ്സ് ഇ ബാർ ഇ1. സിമിലർലി ജെ ഇസ് ഈക്വൽ ടു 2 കൊടുത്താൽ ഇ2 കിട്ടും. ഇ2ന്റെ അടുത്ത ലൈൻ എവിടെ കിട്ടുക നമുക്ക്? 6bയില്. അടുത്ത ഇ3 കൊടുക്കുന്ന സമയത്ത് വി ഗെറ്റ് ദ തേർഡ് ലൈൻ അറ്റ് 12b. സോ ഓരോ ലൈനും എവിടേക്കാണ് കിട്ടുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത്. സിൻസ് ദ റൊട്ടേഷൻ എനർജി ലെവൽ ഫാൾസ് ഇൻ ദ മൈക്രോവേവ് റീജിയൻ, ദ ട്രാൻസിഷൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് എവിടേക്കാണ് നടക്കുന്നുള്ളൂ? നമ്മൾ അടുത്തുള്ള ലൈനിലേക്ക് മാത്രമേ ട്രാൻസിഷൻ പോസിബിൾ ആവുള്ളൂ. ഓക്കെ, അതൊന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. സോ റൊട്ടേഷണലിന്റെ ട്രാൻസിഷൻ ലെവൽ എന്ന് പറയുന്നത് എവിടേക്കാ വരിക? ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഡെൽറ്റ ജി എന്ന് പറയുന്നത് എന്താ വരിക? J1 to J2 അങ്ങനെ ട്രാൻസിഷൻ വരുന്ന സമയത്ത് എങ്ങനെ വരാം? ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അതായത് ട്രാൻസിഷൻ നടക്കുന്നത് നമ്മുടെ തൊട്ടുള്ള എനർജി ലെവൽസിലേക്ക് മാത്രമേ നടക്കാറുള്ളൂ. ദാറ്റ് ഈസ് ഇപ്പം ഇവിടെ നമ്മളുടെ ഓരോ എനർജി ലെവൽസ് ആണ് വിചാരിക്കും. നമ്മുടെ ഫസ്റ്റ് എനർജി ലെവൽ അല്ലെ. അപ്പൊ ഇത് ജെ ഇസ് ഈക്വൽ ടു 0 കൊടുക്കാം. ഇത് ജെ ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഈ 0 എന്ന് കൊടുക്കാം. ഈസ് ഈക്വൽ ടു E0. ദിസ് ഈസ് E1. ദിസ് ഈസ് E2. അപ്പൊ ഫസ്റ്റ് ട്രാൻസിഷൻ നടക്കുന്നത് 0 ടു 1ലാണ് അല്ലെ. അപ്പൊ ഇവിടെ ഡെൽറ്റ ജെ പ്ലസ് 1 ആണ്. ഡെൽറ്റ ജെ എത്രയാ വരുന്നത്? പ്ലസ് 1. അപ്പൊ ഇവിടെ ട്രാൻസിഷൻ കിട്ടും. ഇത് ഏതാ വാല്യൂ? അതിന്റെ ഡിഫറൻസ് എത്രയാ? 2b. ഓക്കെ, ഇനി ഇവിടുന്ന് അടുത്ത ലൈൻ ഇവിടുന്ന് ഇവിടേക്കാവാം 1 to 2. അപ്പോഴും എന്താ വരിക ഡിഫറൻസ്? 2 മൈനസ് 1 1 തന്നെ വരും. സോ എത്ര എനർജി ലെവൽസ് ഉണ്ടെങ്കിലും അതിന്റെ ഡിഫറൻസ് എത്രയേ വരുള്ളൂ? പ്ലസ് 1 വരുള്ളൂ. ഇനി താഴോട്ട് ട്രാൻസിഷൻ നടക്കുമ്പോഴും മൈനസ് 1 വരും അല്ലെ. അപ്പൊ ഡെൽറ്റ ജി എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 1 ആണ്. സോ ട്രാൻസിഷൻ നടക്കാനുള്ള നമ്മുടെ സെലക്ഷൻ റൂൾ ആണ് ഡെൽറ്റ ജെ പ്ലസ് ഓർ മൈനസ് 1 എന്ന് പറയുന്നത്. സോ ഇതാണ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുടെ സെലക്ഷൻ റൂൾ. ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അപ്പൊ ഇതിൽ നമുക്ക് സ്പെക്ട്രം കിട്ടുമ്പോൾ ഫസ്റ്റ് ലൈൻ കിട്ടുന്നത് എവിടെയായിരിക്കും? 2bയിലായിരിക്കും. ഫസ്റ്റ് ലൈൻ എവിടെയാ കിട്ടുന്നത്? 2bയിലായിരിക്കും. അടുത്തത് എത്രയായിരുന്നു നമ്മൾ ട്രാൻസിഷൻ പറഞ്ഞത്? 4b ഓൾറെഡി പറഞ്ഞു. 4b ഉണ്ട്, 6b ഉണ്ട്, അങ്ങനെ ഓരോ ലൈനും പറഞ്ഞിട്ടുണ്ട് അല്ലെ. 6b അല്ലേ 4b ഉണ്ടോ? അല്ല 6b ഉണ്ട്, 4b ഇല്ല. സോറി, 4b ഇല്ല, 6b ആണുള്ളത്. ഓക്കെ,
ഓരോ ട്രാൻസിഷൻ നടത്തുമ്പോഴും നമുക്ക് ഓരോ ലെവൽ ഓഫ് സ്പെക്ട്രം ആണ് കിട്ടുന്നത്. സോ ഫൈനലി നമുക്ക് അറിയേണ്ട കാര്യം എന്തായിരുന്നു? സെലക്ഷൻ റൂൾ ഓഫ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്തായിരുന്നു? ഡെൽറ്റ ജെ is equal to +or-1. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. നമുക്കപ്പം ഓരോന്ന് ട്രാൻസിഷൻ നടക്കുമ്പോഴും 1 to 2 നടക്കുമ്പോൾ എവിടെയാണ്, 2 to 3 നടക്കുമ്പോൾ എന്താണെന്ന് വരിക. അപ്പൊ സെലക്ഷൻ റൂൾ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ഫോർ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. ദെൻ ഡെൽറ്റ ജെ +or-1 ആണ് മൈക്രോവേവ് റീജിയനിലുള്ള സെലക്ഷൻ റൂൾ. ഓക്കെ, ഇനി നമ്മൾ ട്രാൻസിഷൻ നോക്കിയാലോ. ട്രാൻസിഷൻ നോക്കാം. ട്രാൻസിഷൻ നോക്കുമ്പോൾ ദ എനർജി ഫോർ എ, ഞാൻ നേരത്തെ ഇവിടെ 6b എന്ന് പറയുന്നത് j is equal to 2 എന്നുള്ള കണ്ടീഷൻ വരുമ്പോഴാണ്. j is equal to 0 എന്ന് വരുമ്പോൾ 2b, അടുത്ത j is equal to 2 എന്ന് വരുമ്പോഴാണ് 6b 12b ഒക്കെ വരുന്നത്. ട്രാൻസിഷൻ വരുമ്പോൾ വേറെ കാര്യം 4b ഒക്കെ വരും കേട്ടോ. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മുടെ ട്രാൻസിഷന്റെ കാര്യം നോക്കാലോ. when j is equal to 0 to 1, 0 to 1 നേരത്തെ ഡയഗ്രാം വരച്ചിട്ട് ഇപ്പൊ ഞാൻ ഇക്വേഷൻ ആയിട്ട് എഴുതുന്നു. സോ E1 to E0. അപ്പൊ E1ന്റെ വാല്യൂ എത്രയായിരുന്നു? 2b, ആൻഡ് E0യുടെ വാല്യൂ എത്രയായിരുന്നു? 0. ഓക്കെ, അപ്പൊ ഡിഫറൻസ് എത്ര വരിക? 2b. ഓക്കെ, 2b. ഇനി അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി നമ്മൾ എഴുതുന്നു. ഫ്രീക്വൻസി ഇതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ന്യൂ ബാർ എന്ന് എഴുതാം. സോ 0 to 21 നമ്മൾ ഏത് ഫ്രീക്വൻസി റേഞ്ചിലാണ് കിട്ടുക? 2b ഫ്രീക്വൻസി റേഞ്ചിലാണ് കിട്ടുക. ഓക്കെ, ന്യൂ ബാർ അല്ലെങ്കിൽ വേവ് നമ്പർ ആയിട്ടും പറയാം. നമുക്ക് വേവ് നമ്പർ അല്ലെങ്കിൽ ഫ്രീക്വൻസിന്റെ ടേമിൽ നമുക്ക് പറയാൻ പറ്റും. ന്യൂ ബാർ ഓർ ഫ്രീക്വൻസി എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ വേവ് നമ്പർ ഇൻ സെന്റിമീറ്റർ ഇൻവേഴ്സ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഇൻ സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറയാറുണ്ട്. സോ നമ്മളുടെ ട്രാൻസിഷന്റെ ഫസ്റ്റ് ട്രാൻസിഷന്റെ ഹൈലൈറ്റ് നോക്കാം. എന്തായിരുന്നു കണ്ടീഷൻ? 2b ആണ് നമ്മളുടെ വാല്യൂ. ഫസ്റ്റ് ട്രാൻസിഷന്റെ ഡിഫറൻസ് എത്ര വരുന്ന? 2b. അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2b ആണ്. സിമിലർലി ഫോർ j2 1 to 2 ആണെങ്കിൽ, 1 to 2 ആണെങ്കിൽ ഇതേപോലെ E2 minus E1. E2ന്റെ വാല്യൂ എത്രയായിരുന്നു പറഞ്ഞത്? 6b. E1 എത്രയാണ്? 2b. അപ്പൊ രണ്ടാമത്തെ വാല്യൂ എത്രയായിരുന്നു? 4b. അപ്പൊ നമുക്ക് സ്പെക്ട്രം കിട്ടുന്നത് ഏതിലാണ്? 4bയിലാണ്. പക്ഷെ ട്രാൻസിഷൻ നടക്കുന്ന ഓരോ ലെവലിലുള്ള എനർജി ആണ് 2bയും 6bയും ഒക്കെ വരുന്നത്. ഓക്കെ, ദെൻ അപ്പൊ തേർഡ് വൺ അതുപോലെ 2 to 3 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും? 8b. അപ്പൊ അവിടെ നമ്മൾ ഡിഫറൻസ് എന്ത് വരിക? 12b മൈനസ് 6b. അങ്ങനെ ആയിരിക്കും നമുക്ക് വരിക. അപ്പൊ ആ ഡിഫറൻസ് വരുമ്പോൾ 8b ആയിരിക്കും ആൻസർ വരും. 6b 8b അങ്ങനെ ഡിഫറെന്റ് സ്പെക്ട്രം കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ സ്പെക്ട്രം. അപ്പൊ ഇനി അതിന്റെ ഫ്രീക്വൻസി ഏതൊക്കെ റേഞ്ചിലാണുള്ളത്? 2b, 4b, 6b ആൻഡ് 8b എക്സെട്ര. പക്ഷെ നമ്മൾ ട്രാൻസിഷൻ നടക്കുന്ന ലെവൽസ് ഏതൊക്കെയാണ് പറഞ്ഞ നേരത്തെ? ട്രാൻസിഷൻ നടക്കുന്നത് 2 to 6, 12, 20, 30 ഉള്ളത്. പക്ഷെ നമുക്ക് സ്പെക്ട്രം കിട്ടുന്നത് 2b, 4b, 6b, 8b, 10b. അങ്ങനെ 2 മൾട്ടിപ്പിൾസ് ഡബിൾ ആയിട്ടാണ് വരുന്നത്. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു സ്പെക്ട്രം? 2b, 4b, ഈ രണ്ട് ഫ്രീക്വൻസി സ്പെക്ട്രത്തിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുക? 4b മൈനസ് 2b ഈസ് 2b അല്ലെ? അതുപോലെ 6b മൈനസ് 4b എന്താണ്? 2b ആണ്. 8b മൈനസ് 6b എന്താ ഡിഫറൻസ് വരിക? 2b ആണ്. സോ ഓൾവേസ് റൊട്ടേഷണൽ സ്പെക്ട്രത്തിന്റെ ഈ ഡിഫറൻസ് എന്തായിരിക്കും? എപ്പോഴും 2b ആയിരിക്കും. അതുപോലെ തന്നെ ഈ ലൈൻസ് എല്ലാം ഈക്വലി സ്പേസ്ഡ് ആണ്. ഈ ലൈൻസ് എല്ലാം എപ്പോഴും എന്തായിരിക്കും? ഈക്വലി സ്പേസ്ഡ് ആണ്. ഈ ഡെൽറ്റ ഇ ആണ് നമ്മൾ ഈ പറഞ്ഞത് 2b, ഈ ഡിഫറൻസ് 2b. അപ്പൊ ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള 2b ഡിഫറൻസിലാണ് നമുക്ക് റൊട്ടേഷണൽ സ്പെക്ട്രം അല്ലെങ്കിൽ റൊട്ടേഷണൽ ഫ്രീക്വൻസീസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതില് എനർജി ജെ വാല്യൂ വേഴ്സസ് ഫ്രീക്വൻസി ആണ് സ്പെക്ട്രം പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രം 0 to, നേരത്തെ പറഞ്ഞ ഇക്വേഷൻ പ്രകാരം പറഞ്ഞ കാര്യങ്ങൾ നമ്മളിവിടെ ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. സോ 0 to 1 ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് 0 to 1 ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് സ്പെക്ട്ര വാല്യൂ അല്ലെങ്കിൽ ഫ്രീക്വൻസി ലൈൻ ഏതാ? 2b ആണ്. അതേപോലെ 1 to 2 നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 4b. 2 to 3 നടക്കുമ്പോൾ 6b ആൻഡ് 3 to 4 നടക്കുമ്പോൾ 8b. 4 to 5 നടക്കുന്ന സമയത്ത് 10b. and the spacing between two spectral lines always a constant, which is called as a 2b. So ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിന്റെ ഇതിന്റെ ഏത് ട്രാൻസിഷനാണ് നമുക്ക് ഇന്റൻസിറ്റി കൂടുതലുള്ളത് നമുക്ക് നോക്കാം. ഏത് ട്രാൻസിഷനാണ് ഇന്റൻസിറ്റി കൂടുതൽ? അപ്പൊ ഇതില് നമ്മൾ പോപ്പുലേഷൻ NJ/N0 എന്ന് പറയുന്നത് പോപ്പുലേഷൻ റേഷ്യോ ആണ്. ജെത്ത് ലെവലും ഓത്ത് ലെവലും തമ്മിലുള്ള പോപ്പുലേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതില്
മാക്സിമം പോപ്പുലേഷൻ എവിടെയാണോ ഉള്ളത് അതിന്റെ കറസ്പോണ്ടിങ് ട്രാൻസിഷൻ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക, മാക്സിമം ഇന്റൻസിറ്റി കിട്ടുന്നത്. അപ്പൊ ഏത് ട്രാൻസിഷൻ ആണോ ഇന്റൻസിറ്റി ഉള്ളത് എന്നുള്ളത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം, ബേസ്ഡ് ഓൺ ദ പോപ്പുലേഷൻ. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള പോപ്പുലേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ജയമാക്സ് ഇസ് ഈക്വൽ ടു KT ബൈ 2HCV റേസ് ടു ഹാഫ് മൈനസ് ഹാഫ് എന്നുള്ളത്. സോ ഈ ജെ വാല്യൂ റൊട്ടേഷണൽ കോണ്ടന്റ് നമ്പർ ആണ്, അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ NJ/N0 അനുസരിച്ചിട്ടാണ് ഇത് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു ന്യൂമറിക്കൽ വാല്യൂ, ഒരു എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്ന ഗ്രാഫ് പ്ലോട്ട് ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് J is equal to approximately ഒരു 5 അല്ലെങ്കിൽ 4 to 6 ട്രാൻസിഷനിലാണ് നമുക്ക് മാക്സിമം എന്ത് കിട്ടിയിരിക്കുന്നത്, ഇന്റൻസിറ്റി കിട്ടിയിരിക്കുന്നത്. സോ ദിസ് ഗ്രാഫ് ഈസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റൽ വാല്യൂ. നമുക്ക് അറിയാനുള്ളത് ഈ ഇക്വേഷൻ ആണ്. J ഏതിലാണ് മാക്സിമം പോപ്പുലേഷൻ ഉണ്ടാവുന്നത് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഇന്റൻസിറ്റി കൂടുതൽ ഉണ്ടാവും. ഓക്കെ, പിന്നെ അടുത്തത് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഓരോ മെറ്റീരിയൽസിന് എന്തുണ്ടാവും, ഡിഫറെന്റ് ഐസോട്ടോപ്പുകൾ ഉണ്ടാവും അല്ലെ, ഡിഫറെന്റ് ഐസോട്ടോപ്പുകൾ ഉണ്ടാവും. അപ്പൊ ഐസോട്ടോപ്പ് മാറുന്നതിനനുസരിച്ചിട്ട് എന്തൊക്കെയാണ് ഇതിന് സംഭവിക്കുക, സ്പെക്ട്രൽ ലൈൻസിൽ വല്ല ഡിഫറൻസ് ഉണ്ടാവുമോ അതുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ദ എഫക്ട് ഓഫ് ഐസോട്ടോപ്പ് ഇൻ ദ മോളിക്യൂൾ ഓൺ ദ ഫ്രീക്വൻസി ആൻഡ് സ്പെക്ട്രൽ ലൈൻസിലും എന്താ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. ശരി, അപ്പൊ ഐസോട്ടോപ്പിന്റെ പ്രത്യേകത എന്താ, നമുക്കറിയാം മാസ് എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും അല്ലെ, ഡിഫറെന്റ് മാസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് മാസ് ഉള്ള സമയത്ത് what will happen to I and reduced mass? For the presence of isotope in a molecule which reduced mass change ആവും അല്ലെ, reduced mass change ആവുമല്ലോ, മാസ് അല്ലേ ഡിഫറെന്റ് ആവുന്നത്. അപ്പൊ മ്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ, M1 M2 by M1 plus M2. അപ്പൊ M1 M2 ചേഞ്ചസ് വരുന്ന സമയത്ത് നമുക്ക് മ്യൂ മാറും. ഐസോട്ടോപ്പിക് എഫക്ട് അതാണ് അവർ പറയുന്നത്. സോ മാസ് മാറുന്ന സമയത്ത് റെഡ്യൂസ്ഡ് മാസിലും ചേഞ്ചസ് വരും. അപ്പൊ റെഡ്യൂസ്ഡ് മാസ് ചേഞ്ച് ആയാൽ എന്ത് മാറും, മൊമെന്റ് ഓഫ് ഇനേഷ്യ മാറും. മൊമെന്റ് ഓഫ് ഇനേഷ്യ മാറിക്കഴിഞ്ഞാൽ ബി വാല്യൂ മാറും. ബി വാല്യൂ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി മാറും. ഓക്കെ, അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് മ്യൂ എന്തായിരിക്കും, ഇൻക്രീസ് ആവും. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ അറിയാൻ എന്തായിരുന്നു ഇക്വേഷൻ, മ്യൂ M1 M2 by M1 plus M2. സോ മാസ് M ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ മ്യൂ ഇൻക്രീസ് ആവും. M ഇൻക്രീസ് ആവുമ്പോൾ മ്യൂ ഇൻക്രീസ് ആവും എന്നറിയാം. മ്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ, I ഇൻക്രീസ് ആവുമല്ലോ. I കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, I is equal to mu R square അല്ലെ. So when mu increases, I also changes. I എന്താ ചെയ്യുക, കൂടാണ് ചെയ്യുക. So moment of inertia increase ചെയ്യുമ്പോൾ rotational constant എന്തായിരിക്കും, ഡിക്രീസ് ചെയ്യും. ബിക്കോസ് ബിയുടെ ഇക്വേഷൻ എന്തായിരുന്നു, h/8π² IC. I താഴെ വരണേ. So they are inversely proportional. അപ്പൊ moment of inertia increase ചെയ്യുമ്പോൾ rotational constant എന്തായിരിക്കും, ഡിക്രീസ് ചെയ്യും. അപ്പൊ നമ്മളൊരു ഫസ്റ്റ് എനർജി സ്പേസിങ് എത്രയാ, 2b ആണ് അല്ലെ. അപ്പൊ റൊട്ടേഷണൽ സ്പെക്ട്രൽ ലൈനിന്റെ ഫസ്റ്റ് സ്പേസിങ് ആണ്. അപ്പൊ അത് B2b എന്തായിരിക്കും, സ്പേസിങ് എന്തായിരിക്കും, കുറയുക ചെയ്യുക അല്ലെ, കുറയും. അപ്പൊ സ്പേസിങ്ങും ചേഞ്ചസ് വരും. അപ്പൊ ഈ ഒരു ഐസോട്ടോപ്പിക് എഫക്ട് കാരണം മ്യൂ നമ്മളുടെ ചേഞ്ച് ആയാൽ I ചേഞ്ച് ആവും, അതിന്റെ കറസ്പോണ്ടിങ്ങിൽ B ചേഞ്ച് ആവും. B ചേഞ്ച് ചെയ്യുന്ന സ്പെക്ട്രൽ ലൈൻസിലും ഡിഫറൻസ് വരും. സോ ഇതാണ് ഒരു ബേസിക് കൺസെപ്റ്റ്. ഇനി ഇതിൽ ആസ് പെർ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവുമെന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ I is equal to mu R square, നോർമൽ കേസിൽ I is equal to mu R square and ബിയുടെ ഇക്വേഷൻ എന്താ, h/8π² IC. ഓക്കെ, ദെൻ ഈ ഇക്വേഷൻ ഐയുടെ വാല്യൂ ബിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, h/8π² mu R square C എന്ന് കിട്ടി. സോ ഇതിൽ നിന്ന് we can find out that B and mu are inversely proportional. സോ mu കൂടിക്കഴിഞ്ഞാൽ B എന്തായിരിക്കും, കുറയും. അപ്പൊ രണ്ട് മോളിക്യൂൾസ് കൺസിഡർ ചെയ്യാം, X and Y. ഒന്നിന്റെ ഐസോട്ടോപ്പ് ആണെന്ന് അറിയാം. ദ പ്രസൻസ് ഓഫ് ഐസോട്ടോപ്പ് ഇൻ മോളിക്യൂൾ mu എന്താ സംഭവിക്കുക, അതുപോലെ R എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ ഇതിൽ എന്താ ചേഞ്ച് ആവുന്നത്, R ചേഞ്ച് ആവുന്നുണ്ടോ, ഇല്ല. ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് മാറുന്നില്ലല്ലോ. നമ്മൾ മാസ് മാറ്റി കഴിഞ്ഞാൽ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിൽ ചേഞ്ചസ് ഇല്ല, ഓൺലി ദ റെഡ്യൂസ്ഡ് മാസസ് ചേഞ്ചസ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് മോളിക്യൂളിന്റെ Bx എന്ന് കൊടുക്കാം, സെക്കൻഡ് മോളിക്യൂളിന്റെ By കൊടുക്കാം. ഫസ്റ്റ് മോളിക്യൂളിന്റെ h/8π² ഐക്ക് പകരം mu x R² C എന്ന് കൊടുക്കാം. സിമിലർലി ഫോർ Y മോളിക്യൂൾ mu y R² C എന്നാണ് വരിക. ദെൻ ഇത് തമ്മിലുള്ള റേഷ്യോ എടുത്താൽ കുറെ ടേംസ് ക്യാൻസൽ ചെയ്തു പോകും.
So Vx by Vy is equal to mu y by mu x എന്ന് കിട്ടും. So reduced mass increase ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഐസോടോപ്പ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് mu increase ആവുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ സ്പേസിങ് എന്തായിരിക്കും? ഡിക്രീസ് ചെയ്യും. അപ്പൊ mu x കൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇത് ഡിക്രീസ് ചെയ്യും, സ്പേസിങ് ഡിക്രീസ് ചെയ്യും. ദിസ് എഫക്ട് ഈസ് കോൾഡ് ആസ് എ ഐസോടോപ്പിക് എഫക്ട്. പിന്നെ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആണ് ഡെൽറ്റ ന്യൂ ബാർ. നമുക്കറിയാം 2b ആണ് അല്ലെ, ഡിഫറൻസ് 2b ആണല്ലോ. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് എക്സും കാൽക്കുലേറ്റ് ചെയ്യണം, വൈയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ bx by by തന്നെ കിട്ടും. അപ്പൊ ഈ ഇക്വേഷൻ തന്നെ കിട്ടും. സോ വി ക്യാൻ സേ ദാറ്റ് delta nu bar x by delta nu bar y is equal to bx by by and is equal to mu y by mu x. അപ്പൊ ഈ ഇക്വേഷനും കൂടെ നമുക്ക് പ്രോബ്ലംസിൽ ചോദിക്കാറുണ്ട്. ഇതും കൂടെ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ റെഡ്യൂസ്ഡ് മാസ് അല്ലെങ്കിൽ ഐസോടോപ്പിക് എഫക്ട് എന്ന് പറയുന്നത്. when we add the isotopes, ഐസോടോപ്സിന്റെ കേസ് എടുക്കുന്ന സമയത്ത് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് മാറുന്നില്ല, only the moment of inertia changes because the reduced mass changes. അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും ചേഞ്ച് ആവും, അപ്പൊ ബിയും ചേഞ്ച് ആവും. അപ്പൊ ഈ ഐസോടോപ്പിക് എഫക്റ്റിന്റെ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കണം. അതുപോലെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോക്കാം, ഇതിൽ എങ്ങനെയാണ് സ്പെക്ട്രൽ ലൈൻസിൽ ചേഞ്ചസ് വരുന്നത് നോക്കാം. ഒരു CO മോളിക്യൂൾ, ഒരു കാർബൺ മോണോക്സൈഡ് മോളിക്യൂൾ എക്സാമ്പിൾ എടുക്കാം. അപ്പൊ ആദ്യം ഒരു കാർബൺ 13, കാർബൺ 13 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് സ്പേസിംഗ് ലെവൽസ് ഓരോ ലെവലും 0 to 1, 1 to 2, 2 to 3 ഓരോ ട്രാൻസിഷൻ ഈക്വൽ സ്പേസിംഗിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ വെൻ വി ആഡ് സം അതർ ഐസോടോപ്പ് 12 എടുക്കാം. കാർബൺ 12 എടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? സ്മോൾ മാസ് ആയി അല്ലെ, മാസ് കുറഞ്ഞു. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? മാസ് കുറഞ്ഞാൽ ബി കൂടും, സ്പേസിംഗ് കൂടാ ചെയ്യാം. നേരെ തിരിച്ച് സ്പേസിംഗ് കൂടാ ചെയ്യാം. അപ്പൊ ഇതിലെ ഡിഫറൻസ് സ്പേസിംഗ് കൂടിയില്ലേ ആസ് പെർ ദിസ് ഡയഗ്രാം. അപ്പൊ സ്പേസിംഗ് ബിറ്റ്വീൻ ദ സ്പെക്ട്രൽ ലൈൻ ഓഫ് ദ ടു സ്പെക്ട്ര ഈസ് ഇൻക്രീസസ്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ ഐസോടോപ്പിക് എഫക്ട്. പക്ഷെ നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള എനർജി ലെവൽ മാറുന്നില്ല, ഓൺലി ദ അതർ ലൈൻസ് ആണ് നമുക്ക് ട്രാൻസിഷൻ നടക്കുന്നത്. ഫണ്ടമെന്റൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കുമല്ലോ, അത് മാറ്റം ഉണ്ടാവില്ല. ഹയർ എനർജി ലെവലിലുള്ള ട്രാൻസിഷൻ അല്ലെങ്കിൽ ആ സ്പേസിംഗ് ആണ് മാറിക്കൊണ്ടിരുന്നത്. ഇത്രയേ ഉള്ളൂ. വെൻ വി ആഡ് ദ ഐസോടോപ്പ്, സ്പെക്ട്രൽ ലൈൻസിന്റെ നമ്മുടെ മാസിനെ അനുസരിച്ചിട്ട് സ്പെക്ട്രൽ ലൈൻ വിഡ്ത് കൂടുകയോ കുറയോ ചെയ്യും. ഇറ്റ് ഈസ് ബേസിക്കലി പ്യൂർലി ബേസ്ഡ് ഓൺ മാസ്. ഓക്കെ, സോ ഐസോടോപ്പിക് എഫക്ട് ഈസ് ബേസ്ഡ് ഓൺ പ്യൂർലി ദ മാസ്. സോ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി ഇതിന്റെ റൊട്ടേഷണൽ സ്പെക്ട്രയുടെ പ്രത്യേകത എന്താ? നമുക്ക് ഇത് ഏതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ഓൺലി ദ മോളിക്യൂൾ ഹാവിംഗ് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് അല്ലെ, പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂൾസിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി ആണത് അല്ലെ, മൈക്രോവേവ് റീജിയനിലുള്ള സ്പെക്ട്ര ആണെന്ന് കിട്ടുക. ഇനി അങ്ങനെ ഡിഫറെന്റ് മോളിക്യൂൾസിനുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് മോളിക്യൂൾസ് ഉള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ആറ്റംസ് ഉള്ള മോളിക്യൂൾസ് എന്താ പറയാ? ഡയറ്റോമിക് മോളിക്യൂൾ, ഹെട്രോ ന്യൂക്ലിയർ മോളിക്യൂൾ നമ്മൾ പറയും. HCl, HCN ഒക്കെ ഹെട്രോ ന്യൂക്ലിയർ മോളിക്യൂൾ ആണ്. പക്ഷെ ഇവിടെ വേറെ ഹോമോ ന്യൂക്ലിയർ മോളിക്യൂൾസ് H2, N2 ഒന്നും ഡൈപോൾ അല്ല. അതുകൊണ്ട് അത് നോൺ പോളാർ ആണ്, അതുകൊണ്ട് മൈക്രോവേവ് ഇനാക്റ്റീവ് ആണ്. അതുകൊണ്ട് അതിന്റെ റൊട്ടേഷൻ സ്പെക്ട്രം നമുക്ക് കിട്ടത്തില്ല. അപ്പൊ അതിന്റെ ബോൺ സ്ട്രക്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൊട്ടേഷൻ സ്പെക്ട്രം കിട്ടില്ല. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഒരു മെറ്റീരിയൽ തന്നിട്ടുണ്ട്, ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിക്വിഡ് HCl അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലിക്വിഡ് നിങ്ങളുടെ കയ്യിൽ വാട്ടർ കണ്ടിട്ട് തന്നിട്ടുണ്ട്. അതിന്റെ ബോണ്ട് ലെങ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഏത് സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കണം? അതിന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നോക്കാതെ ഡൈപോൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ഡൈപോൾ ആണെങ്കിൽ നമുക്ക് സിംപിളി വി ക്യാൻ യൂസ് ദ റൊട്ടേഷൻ സ്പെക്ട്ര അല്ലെങ്കിൽ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കാം. അതല്ലാതെ ഉണ്ടെങ്കിൽ വേറെ സ്പെക്ട്രോസ്കോപ്പി ആണ് ഉപയോഗിക്കുക. അത് ഓരോന്നും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അറിയാം ഏതാ വേണ്ടെന്നുള്ളത്. ഓക്കെ, സോ H2, N2, O2 എല്ലാം ഹോമോന്യൂക്ലിയർ ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്. ദേ ആർ നോൺ പോളാർ, അതുകൊണ്ട് ഇറ്റ് ഈസ് മൈക്രോവേവ് ഇനാക്റ്റീവ് ആണ്. സോ ഇറ്റ് കനോട്ട് ബി സ്റ്റഡീഡ് യൂസിങ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. ഇനി ഈ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രത്യേകത, ഇത് എപ്പോഴും സ്റ്റഡി ചെയ്യണമെങ്കിൽ ഏത് ഫേസിലായിരിക്കണം? ഗ്യാഷ്യസ് ഫോമിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് അതുണ്ടെങ്കിൽ മാത്രമേ ഗ്യാഷ്യസ് ഫോം എന്തുകൊണ്ടാണ് വരണമെന്ന് വെച്ചാൽ അതിലാണ് മാത്രമേ 3 dimensional മോഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ ദേ ക്യാൻ ഫ്രീലി റൊട്ടേറ്റ്. അതുകൊണ്ട് നമുക്ക് ഗ്യാഷ്യസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് വേണ്ടത്? ഇതിനെ സ്റ്റഡീസിന് കൊടുക്കേണ്ടത്.
പക്ഷെ സോളിഡും ലിക്വിഡിനും സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് മോഷൻ റെസ്ട്രിക്ട് ചെയ്യും. അതുകൊണ്ട് എന്തുണ്ടാവില്ല, അത് സ്റ്റഡി ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. സോളിഡ്സ് ആൻഡ് ലിക്വിഡ് ഫേസിലേക്ക് റൊട്ടേഷൻ സ്പെക്ട്ര സ്റ്റഡി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അതിനെ gaseous ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാം. ഓക്കെ, ഇത്രയാണ് റൊട്ടേഷണൽ സ്പെക്ട്ര ഫോർ എ റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ ഇമ്പോർട്ടന്റ് ഹൈലൈറ്റ് ചെയ്യാം. ഒന്ന്, അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ഇക്വേഷൻ I is equal to mu r square. Then reduced mass കാണാനുള്ളത് m1 m2 by m1 plus m2 and delta nu bar, that is difference in frequency കണ്ടുപിടിക്കാനുള്ളത് 2b and b എന്ന് rotational constant കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ b is equal to h by 8 pi square IC and frequency difference എടുക്കാൻ h by 8 pi 4 pi square IC. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കണം. അതേപോലെ അതിന്റെ ഐസോടോപ്പിക് എഫക്റ്റ്, ഐസോടോപ്പ് ആഡ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ഇന്റൻസിറ്റി ലൈൻസ്, അതിന്റെ വിഡ്ത്ത് എന്തായിരിക്കും, സ്പേസിങ് ഇൻക്രീസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻ ദ റിജിഡ് റൊട്ടേറ്റർ. അപ്പൊ ഒന്നുകൂടി പറയാം, ഒരു മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി കണ്ടുപിടിക്കണമെങ്കിൽ ഇന്ററാക്ഷൻ വിത്ത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെ മോളിക്യൂൾസുമായിട്ട്. സോ അതിൽ പ്യുവർ റൊട്ടേഷണൽ സ്പെക്ട്ര കിട്ടാൻ എന്ത് ചെയ്യണം, മൈക്രോവേവ് റീജിയൻ അബ്സോർബ് ചെയ്യണം. വൈബ്രേഷൻ കിട്ടാൻ IR-ഉം ഇലക്ട്രോണിക് കിട്ടാൻ UV അബ്സോർബ് ചെയ്യണം. അപ്പൊ ഒരു റൊട്ടേഷൻ ഡയറ്റോമിക് മോളിക്യൂൾ എക്സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് അവരുടെ ഇക്വേഷൻസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടി. ദെൻ അതിന്റെ എനർജി രണ്ട് ടേമിലേക്ക് കണ്ടുപിടിക്കാൻ അറിയണം, EJ ആൻഡ് E bar J ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസിയും കണ്ടുപിടിക്കാൻ അറിയണം. ഇനി അതിന്റെ ട്രാൻസിഷൻ നമ്മൾ നോക്കിയാൽ, ഓരോ ട്രാൻസിഷൻ ലെവലിൽ നോക്കിയാൽ ഈ സ്പെക്ട്രം കൂടി നമുക്ക് ഓർത്ത് വെക്കേണ്ട കാര്യമുണ്ട്. 0 to 1 ആണെങ്കിൽ അതിന്റെ വാല്യൂ എത്ര വരും, എനർജി ഡിഫറൻസ് എത്ര വരും നോക്കാം. അതേപോലെ അതിന്റെ സ്പേസിംഗിന്റെ വാല്യൂ 2B 4B 6B 8B അങ്ങനെ ഓരോ സ്പേസിംഗിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഈ രണ്ട് സ്പേസിംഗിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓൾവേസ് 2B ആയിരിക്കും. ദെൻ അതിന്റെ സെലക്ഷൻ റൂൾ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്, ഡെൽറ്റ J is equal to +or-1. അതായത് എല്ലാ സ്പെക്ട്രോസ്കോപ്പിയിലും ട്രാൻസിഷൻ നടത്തിയാലേ നമുക്ക് സ്പെക്ട്രം കിട്ടത്തുള്ളൂ. അപ്പൊ അതിന് ട്രാൻസിഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു റൂൾസ് ഒബേ ചെയ്യണം. അതാണ് സെലക്ഷൻ റൂൾ. എവിടേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നത്, 1-ൽ നിന്ന് 2-ലേക്കാണോ 2-ൽ നിന്ന് 3-ലേക്കാണോ, അപ്പൊ അടുത്തുള്ള ലെവലിലേക്ക് ചാടുള്ളൂ. അല്ലാതെ അപ്പുറത്തേക്ക് ഇല്ല, 3-ാമത്തെ ലെവലിലേക്കോ 4-ാമത്തെ ലെവലിലേക്കൊന്നും ട്രാൻസിഷൻ നടക്കത്തില്ല. അപ്പൊ ഈ ഒരു കണ്ടീഷൻ കൂടി ഓർത്ത് വെക്കണം. ദെൻ മാക്സിമം എപ്പോഴാണെന്നുള്ളതും, മാക്സിമം പോപ്പുലേഷൻ ഉള്ള റീജിയനിൽ നിന്നുള്ള ട്രാൻസിഷൻ ആയിരിക്കും വി ഗെറ്റ് എ മാക്സിമം ഇന്റൻസിറ്റി. ഇനി ഐസോടോപ്പിക് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഐസോടോപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് മ്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും, ഇൻക്രീസ് ചെയ്യും. അപ്പൊ B ഡിക്രീസ് ചെയ്യും, ആ സ്പേസിങ് എന്തായിരിക്കും, ഡിക്രീസ് ചെയ്യും. സോ ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താ, റൊട്ടേഷണൽ സ്പെക്ട്രയിലെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഹോമോന്യൂക്ലിയർ ഡയാറ്റോമിക് മോളിക്യൂൾസിന് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താ, gaseous ഫോമിലേക്ക് വേണം ഇത് ഉപയോഗിക്കാൻ, സ്പെക്ട്രം ഉപയോഗിക്കാൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ഓഫ് CO molecule if its moment of inertia is 1.46 into 10⁻⁻46 kilogram. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, B equal to H by 8 pi square. ആ ഇക്വേഷൻ വെച്ച് ചെയ്യാം അല്ലെ. B is equal to ആ ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. B is equal to H by 8 pi square IC വെച്ച് ചെയ്യാം. ഇതില് ബിയുടെ വാല്യൂ തന്നിട്ടുണ്ടോ, B എന്താ, മൊമെന്റ് ഓഫ് ഇനേഷ്യ I തന്നിട്ടുണ്ട്. C എന്താന്ന് അറിയാലോ, വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. I തന്നിട്ടുണ്ട് അല്ലെ, മൊമെന്റ് ഓഫ് ഇനേഷ്യ തന്നിട്ടുണ്ട് 1.46 into 10⁻⁻46 തന്നിട്ടുണ്ട്. ഇതിന്റെ B എങ്ങനെ B കണ്ടുപിടിക്കാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Hന്റെ വാല്യൂ എന്താ, 6.625 into 10⁻⁻34. ആ വാല്യൂ കൊടുത്താൽ മതി, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. 6.625 into 10⁻⁻34 whole divided by 8 into pi square വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 3.14 അതിന്റെ സ്ക്വയർ into 1.46 into 10⁻⁻46 into എത്ര വരാം, 3 into 10⁻⁻, അതിന്റെ വാല്യൂ കൂടി ഇട്ട് കൊടുക്കും. 10⁻8 ഇട്ട് കൊടുത്തു.
അപ്പൊ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിന്റെ ഫൈനൽ ആൻസർ എത്ര കിട്ടുമെന്ന് അറിയാം. 1.9 1.915 into 10⁻² meter inverse. ഇതാണ് ആൻസർ കിട്ടുക. അപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കുഴപ്പമില്ല. കാൽക്കുലേറ്റ് ദ റൊട്ടേഷൻ കോൺസ്റ്റന്റ് ഓഫ് സിയർ മോളിക്യൂൾ. സിംപ്ലി ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇത് തിരിച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ ബി തന്നിട്ട് ഐ കണ്ടുപിടിക്കാൻ പറയാറുണ്ട്. ദെൻ ഇതിൽ നിന്ന് തന്നെ നമുക്കിപ്പോ ബി കിട്ടിയില്ലേ. ഇനി ഇതിന്റെ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? I is equal to mu r square. So r square is equal to I by mu എടുക്കാം. mu എങ്ങനെ എടുക്കാം? നമ്മുടെ മാസ് ഓഫ് കാർബണും മാസ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾസിന്റെ എടുക്കുക. എന്നിട്ട് mu m1 m2 by m1 plus m2 ചെയ്തിട്ട് I divided by mu ചെയ്താൽ മതി. സോ r കിട്ടും. അപ്പൊ ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന വേറെ പോസിബിലിറ്റി ഐസോടോപിക് എഫക്റ്റ് ആണ്. അതായത് ഇതിൽ തന്നെ കാർബൺ 12 ആഡ് ചെയ്യുമ്പോൾ ഇത്രയാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ, കാർബൺ 13 ആഡ് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇത്രയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ബിയുടെ വാല്യൂ എത്രയാണെന്നും ചോദിക്കാറുണ്ട്. അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. തിരിച്ചും ചോദിക്കാറുണ്ട്. ഇപ്പൊ ബി തന്നിട്ട് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഐ വെൻ വി സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഐസോടോപ്സ് ഓഫ് കാർബൺ, അങ്ങനെയും തിരിച്ചു ചോദിക്കാറുണ്ട്. സോ അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ ഞാൻ അതിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ റൊട്ടേഷൻ സ്പെക്ട്രയുടെ കേസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് when we go to the higher level, അതായത് കുറച്ചുകൂടി എനർജി കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എനർജി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു വൈബ്രേഷൻ സ്പെക്ട്ര ആണ് കിട്ടുക എന്നുള്ളത് അല്ലെ. ഡയാറ്റോമിക് മോളിക്യൂളിന്റെ തന്നെയാണ് ഡിസ്കസ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോൺ റിജിഡിലേക്ക് കൺവേർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വൈബ്രേഷൻ സ്പെക്ട്ര ഓഫ് ഡയാറ്റോമിക് മോളിക്യൂൾ ആണ് അടുത്തത്. അപ്പോൾ എന്താണ് എപ്പോഴാണ് കിട്ടുക വൈബ്രേഷൻ സ്പെക്ട്ര? നമ്മൾ കൊടുക്കുന്ന എനർജി എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ലോ അല്ല ഹൈയും അല്ലാത്ത ഒരു മീഡിയം എനർജി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അബ്സോർബ് ചെയ്യാം. ദാറ്റ് ഈസ് IR റീജിയനിലാണ് അബ്സോർബ് ചെയ്യുക. അപ്പൊ വൈബ്രേഷൻ സ്പെക്ട്ര നമുക്ക് ഏത് റീജിയനിലാണ് കിട്ടുക? IR റീജിയനിലാണ് കിട്ടുക. ഇനി വൈബ്രേഷൻ സ്പെക്ട്ര കിട്ടണമെന്നുണ്ടെങ്കിൽ ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കണം? ചേഞ്ച് ആവും. ചേഞ്ച് ഇൻ ദ ഡൈപോൾ മൊമെന്റ്. നേരത്തെ പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു? ഇറ്റ് ഷുഡ് ഹാവ് എ പെർമനന്റ് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് ഉണ്ടായാൽ മതി. ഡൈപോൾ മൊമെന്റ് ഉണ്ടെങ്കിൽ മതി. HCl മോളിക്യൂൾസിന് ഡൈപോൾ മൊമെന്റ് ഉണ്ടെങ്കിൽ അത് എന്ത് ആക്റ്റീവ് ആണ്? മൈക്രോവേവ് ആക്റ്റീവ് ആണ്. പക്ഷേ നമ്മളുടെ വൈബ്രേഷൻ സ്പെക്ട്ര കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഡൈപോൾ മൊമെന്റിന് എന്തുണ്ടാവണം? ചേഞ്ച് ഉണ്ടാവണം. There should be a change in dipole moment. Then it will be called as a IR active. IR active. അപ്പൊ വൈബ്രേഷൻ സ്പെക്ട്ര ഏത് റീജിയനിലാണ് കിട്ടുക? IR റീജിയനിലാണ് കിട്ടുക. സോ ഇറ്റ് ഈസ് IR active. അപ്പൊ ഇവിടെ നമുക്ക് ഡയാറ്റോമിക് മോളിക്യൂൾ ആയ HCl, CO, NO എല്ലാം ഉണ്ട്. ഇത് ഡ്യൂറിങ് വൈബ്രേഷൻ സമയത്ത് ഡൈപോൾ മൊമെന്റ് ചേഞ്ച് ആവും. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഡൈപോൾ മൊമെന്റ് ചേഞ്ച് ആവുന്നത് കൊണ്ട് ദീസ് മോളിക്യൂൾ എക്സിബിറ്റ് വൈബ്രേഷൻ സ്പെക്ട്ര. സോ IR ആക്റ്റീവ് ആയിരിക്കും. ഈ മോളിക്യൂൾസ് എല്ലാം വൈബ്രേഷൻ സ്പെക്ട്ര ആക്റ്റീവ് ആണ്. ഓക്കെ, സോ ഹോമോ ഡയാറ്റോമിക് മോളിക്യൂൾ ആയ H2N2 എല്ലാം IR ഇനാക്റ്റീവ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈക്രോവേവ് ഇനാക്റ്റീവ് ആയതെല്ലാം വൈബ്രേഷൻ ആക്റ്റീവ് ആവണം നിർബന്ധമില്ല, തിരിച്ചും ആവാം. ഹോമോഡയാറ്റിക് മോളിക്യൂൾ H2O2 N2 എല്ലാം IR ഇനാക്റ്റീവ് ആണ്. സിമിലർലി മൈക്രോവേവ് ഇനാക്റ്റീവ് ആണ്. ഇത് രണ്ടും കണ്ടീഷൻ സെയിം ആണ്. അതായത് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവണം. പക്ഷെ വൈബ്രേഷനിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഡൈപോൾ മൊമെന്റിൽ എന്തുണ്ടാവണം? ചേഞ്ചസ് വരണം. There should be a change in dipole moment ആയിരിക്കണം. അപ്പൊ വൈബ്രേഷൻ സ്പെക്ട്ര കിട്ടുന്നതിന്റെ കണ്ടീഷൻ മനസ്സിലായല്ലോ. നമുക്ക് എന്താ വേണ്ടത്? ഡൈപോൾ ഇനാക്റ്റീവ് ആയിരിക്കണം. അപ്പൊ ഇതിനു മുമ്പ് നമുക്കൊരു നോൺ റിജിഡ് റൊട്ടേറ്ററിന്റെ കേസ് നോക്കിയാലോ.
ഒരു നോൺ റിജിഡ് റൊട്ടേറ്റർ. എന്താ ഈ നോൺ റിജിഡ് റൊട്ടേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മറ്റേത് നേരത്തെ റിജിഡ് റൊട്ടേറ്റർ ആണ്. റിജിഡ് റൊട്ടേറ്ററിന്റെ സ്പെക്ട്രം ഞാൻ ഇവിടെ കൊടുക്കാം. ഇങ്ങനെ ആയിരുന്നു അല്ലെ? സ്പേസിങ് ഈക്വൽ സ്പേസിംഗിൽ 2b 6b അങ്ങനെ പോകും. അപ്പൊ ഈ സ്പേസിങ് എപ്പോഴും എന്തായിരിക്കും? 2b ഡിഫറൻസിലാണ് വരുന്നത്. ഓക്കെ, സ്പേസിങ് ഈക്വൽ ആണ്. ഇത് ഒരു റിജിഡ് റൊട്ടേറ്ററിന്റെ കേസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മളുടെ ഡിഫറൻസ് ഡെൽറ്റ ഇജെയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇജെ ബാർ into j into j plus 1. ജെ ഇൻറ്റു ജെ പ്ലസ് 1. ഇനി ഇതൊരു നോൺ റിജിഡ് റൊട്ടേറ്ററിന്റെ കേസാണ് ഇത് പറഞ്ഞത്. ഇനി നോൺ റിജിഡ് റൊട്ടേറ്ററിന്റെ കേസിൽ നമ്മളിപ്പോ ഇത് ഫിക്സഡ് ആണെങ്കിൽ, ഈ ഡൈപോളിന്റെ ഈ ഡിസ്റ്റൻസ് ഫിക്സഡ് ആണെങ്കിൽ ദിസ് ഈസ് റിജിഡ് റൊട്ടേറ്റർ. അപ്പൊ ഇതിൽ നമ്മൾ റേഡിയേഷൻ കൊടുക്കുന്ന സമയത്ത് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ റൊട്ടേഷണൽ സ്പെക്ട്രം കിട്ടും. പക്ഷെ നോൺ റിജിഡ് റൊട്ടേറ്ററിന്റെ പ്രത്യേകത ഈ ബോണ്ട് ലെങ്ത് ചെറിയൊരു വേരിയേഷൻ വരും. അപ്പൊ സെപ്പറേഷൻ ബിറ്റ്വീൻ, അപ്പൊ ഇതിനകത്ത് ചെറിയൊരു വേരിയേഷൻ വരാം. ആ വരുന്ന സമയത്താണ് ഈ വാല്യൂസിലെല്ലാം ചേഞ്ചസ് വരും. അപ്പൊ നോൺ റിജിഡ് റൊട്ടേറ്ററിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, റിജിഡ് അല്ല, ആ ബോണ്ട് റിജിഡ് അല്ല. ചെറിയ വേരിയേഷൻ വന്നാൽ വാട്ട് ഹാപ്പൻ ടു ദിസ് സ്പെക്ട്രൽ ലൈൻ? അപ്പൊ നമുക്ക് ഇതില് എടുക്കാം, സെപ്പറേഷൻ ബിറ്റ്വീൻ അഡ്ജസന്റ് ലൈൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ജെ വാല്യൂ. അപ്പൊ നമുക്ക് ഇവിടെ പറയേണ്ടത് എന്തായിരുന്നു? സെപ്പറേഷൻ between adjacent lines decreases. Separation between adjacent lines decreases with the increasing J value. Okay. So, അപ്പൊ ഇതിനകത്ത് ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നുണ്ട്. നമ്മളുടെ ഇജെയുടെ വാല്യൂ നമുക്ക് ഇതിൽ എഴുതാം. ഇജെ is equal to, നേരത്തെ നമ്മളുണ്ട് ബി ഇൻറ്റു ജെ ഇൻറ്റു ജെ പ്ലസ് 1 അല്ലെ? ഇതല്ല ഇക്വേഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ഈ ഡിസ്റ്റോർഷൻ കാരണം അടുത്തൊരു എനർജി ടേം കൂടി ഇതിനകത്ത് വരും. ദാറ്റ് ഈസ് ഡി ഇൻറ്റു, ഇവിടെ ബിക്ക് പകരം ഒരു ടേം കൊണ്ട് ഡി ഡിഫൈൻ ചെയ്യാണ്. ഡി ഇൻറ്റു ജെ സ്ക്വയർ ഇൻറ്റു ജെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻ സെന്റിമീറ്റർ. Okay, so there is an additional term for a non-rigid rotator, d j square into j plus 1 the whole square, where d എന്ന് പറയുന്നത് is called as a distortion constant. Distortion constant. Okay, and the value എന്ന് പറയുന്നത് d is equal to 4b cube divided by നമ്മളുടെ ന്യൂ ബാർ സ്ക്വയർ, അത്രയും സെന്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പൊ ഈ ഡിസ്റ്റോർഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ കൂടി നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്, ഈ ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഇതൊരു നോൺ റിജിഡിന്റെ കേസിലാണ്. അപ്പൊ നമ്മൾ റേഡിയേഷൻ കൊടുക്കുന്ന സമയത്ത് ഫിക്സഡ് ആയിട്ട് നിന്നില്ല, ചെറിയൊരു ഡിസ്റ്റോർഷൻ വരുമ്പോൾ ആ ഡിസ്റ്റോർഷനും കൂടി നമുക്ക് കണക്കിലെടുക്കേണ്ടി വരും. പക്ഷെ ബിക്കോസ് എന്താ, എനർജി മാറും അല്ലെ? അപ്പൊ നോർമൽ കേസിലുള്ളതല്ലാതെ ഡിസ്റ്റോർഷന് കൂടി വാല്യൂ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടി വരും. സോ ആ ഡിസ്റ്റോർഷൻ കോൺസ്റ്റന്റ് വാല്യൂ 4b³ by ന്യൂ ബാർ സ്ക്വയർ, വേർ ന്യൂ ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ is equal to 1/2πc into root of k by mu. k എന്ന് പറയുന്നത് എന്താണ്? സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലെ റൊട്ടേഷണൽ കോൺസ്റ്റന്റ്, സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റന്റ് നമ്മൾ പറയാറുണ്ട്, k by mu. അപ്പൊ ഇത് ന്യൂ ബാർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഫ്രീക്വൻസി ആണ്, കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആണ്. ന്യൂ ബാർ is equal to 1/2πc root of k by mu. ഈ ഇക്വേഷൻസ് എല്ലാം നമുക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. ഓരോ ഫ്രീക്വൻസി റേഞ്ചുകൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഇതെല്ലാം ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതെന്താ പ്രത്യേകത? നോൺ റിജിഡിന്റെ പ്രത്യേകത എന്തായിരുന്നു? ബോണ്ട് ലെങ്ത് റിജിഡ് അല്ല. ബോണ്ട് ലെങ്ത് റിജിഡ് അല്ലാത്തതുകൊണ്ട് ആസ് മോളിക്യൂൾ റൊട്ടേറ്റ് ഫാസ്റ്റർ ബോണ്ട് ലെങ്ത് എന്തായിരിക്കും? ചേഞ്ച് ആവും അല്ലെ? ബോണ്ട് ലെങ്ത് നമുക്ക് ചേഞ്ച് ആകും. അപ്പൊ ചേഞ്ച് ആവുമ്പോൾ നമുക്ക് നോർമൽ സ്പെക്ട്രം മാത്രമല്ല കിട്ടുക, വേറെ അഡീഷണൽ സ്പെക്ട്രം കൂടി കിട്ടാറുണ്ട്. അതാണ് ഈ ഒരു ടേം വരുന്നത്, മൈനസ് ഡി ജെ സ്ക്വയർ ജെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഇതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് എടുക്കാം.
ഇനി അടുത്തത് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. സോ വെൻ ബോണ്ട് ലെങ്ത് റിജിഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കുള്ള രണ്ട് കോൺസിക്വൻസ് എന്താണെന്ന് നോക്കാം. ബോണ്ട് ലെങ്ത് റിജിഡ് അല്ലെങ്കിൽ മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇപ്പൊ ഇതൊരു മോളിക്യൂൾ ആണ് വിചാരിക്കുക, ഇതൊരു മോളിക്യൂൾ ആണ്. അതായത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യാം. അപ്പൊ ഇറ്റ്സ് ആക്ട്സ് ലൈക്ക് എ സ്പ്രിങ് അല്ലെ. അപ്പൊ ഇത് തിരിച്ചു വരാം. ആ എനർജി റിമൂവ് ചെയ്യുമ്പോൾ ഇത് പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരും. ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ എനർജി റൊട്ടേഷൻ വരുന്ന സമയത്ത് അലോങ് വിത്ത് ദാറ്റ് ദർ ഇസ് എ സ്പ്രിംഗ് ലൈക്ക് സ്ട്രക്ചർ. അതായത് ഇതിന് ബോണ്ട് ലെങ്ത്തിൽ ഒരു സ്പ്രിങ് പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ ബോണ്ട് ലെങ്ത്തിൽ ചേഞ്ചസ് വരും. അപ്പൊ ഇത് ഇലാസ്റ്റിക് നേച്ചർ കിട്ടും അല്ലെ. അപ്പൊ ദിസ് ഇലാസ്റ്റിസിറ്റി വിൽ ഹാവ് ടു കോൺസിക്വൻസസ്. നമുക്കൊരു രണ്ട് കോൺസിക്വൻസസ് ഉണ്ട്. Two consequences. First one, when the bond is elastic, bond elastic ആണെങ്കിൽ, bond elastic ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം എന്തായിരിക്കും? വൈബ്രേഷണൽ ആണ്, വൈബ്രേഷണൽ എനർജി ആണ്. ശരിയല്ലേ? ആ സ്പ്രിങ് പോലെയാണ് നമുക്ക് പറയാം. ഇവിടെ പറഞ്ഞ കാര്യം സ്പ്രിങ് പോലെയാണ്. ബോണ്ട് ഇലാസ്റ്റിക് ആണെങ്കിൽ സ്പ്രിങ് ചെയ്തിട്ടേ ഇരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന എനർജി എന്തായിരിക്കും? വൈബ്രേഷണൽ എനർജി ആയിരിക്കും. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി നമ്മൾ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ന്യൂ ബാർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂ ബാർ ഈക്വൽ ടു എന്തായിരുന്നു? 1 അല്ലെങ്കിൽ ന്യൂ ബാർ കൊടുത്താലും മതി. ന്യൂ ബാർ ഈക്വൽ ടു 1/2πc √k/. ഓക്കെ. സോ ആ വൈബ്രേഷണൽ ഫ്രീക്വൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിന്റെ ട്രാൻസിഷൻ നോക്കിയാലോ? ബിയുടെ വാല്യൂ എന്ന് അറിയാം നമുക്ക്. സെലക്ഷൻ റൂൾ എന്താണെന്ന് അറിയാലോ? നേരത്തെ പോലെ തന്നെ ഡെൽറ്റ ജെ ഈക്വൽ ടു, വലിയ ഡിഫറൻസ് ഇല്ല, പ്ലസ് റൊട്ടേഷൻ ആയതുകൊണ്ട് സെയിം ആണ് സെലക്ഷൻ റൂൾ. ഡെൽറ്റ ജെ ഈക്വൽ ടു +or-1. അപ്പൊ നമുക്ക് ട്രാൻസിഷൻ നോക്കാം. അപ്പൊ J2 J+1 ട്രാൻസിഷൻ നടത്തുകയാണെങ്കിൽ നമ്മളുടെ ന്യൂ ബാർ എടുക്കാം. ന്യൂ ബാർ ഈക്വൽ ടു ട്രാൻസിഷൻ വരുമ്പോൾ 2b ഫൈനൽ ആണ് ഇതിന് 2b J+1 -4d J+1 ഹോൾ ക്യൂബ് വരും. J+1 മൈനസ് ന്യൂ ബാറിന് രണ്ട് ഇക്വേഷൻ കൊടുത്താൽ മതി. J+1 - J കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഫൈനലി ഒരു ഇക്വേഷൻ കിട്ടും. അത്രയും സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഇതിൽ മനസ്സിലായത് നമുക്ക് നേരത്തെ ട്രാൻസിഷന്റെ വാല്യൂ 2b J+1 ആയിരുന്നു അല്ലെ, എനർജിയുടെ ഫസ്റ്റ് റൊട്ടേഷനില്. അത് കൂടാതെ വൈബ്രേഷണൽ കൂടിയുണ്ട് അല്ലെ, 4d J+1 എന്നുള്ള ഡിസ്റ്റോർഷൻ കാരണം ഉള്ളതും ഉണ്ട്. അപ്പൊ ഇതില് സ്പെക്ട്രം ഓഫ് നോൺ റിജിഡ് റൊട്ടേറ്റർ, ഇതില് സ്പെക്ട്രം ഓഫ് നോൺ റിജിഡ് റൊട്ടേറ്റർ is similar to that of rigid rotator. എന്താണ് വ്യത്യാസം വരിക എന്ന് വെച്ചാൽ ഈ ഒരു മൈനസ് വരും അല്ലെ, മൈനസ് വരും. അപ്പൊ ഇവിടെ ഹയർ നമ്മൾ നേരത്തെ വരച്ചത് ഓർമ്മയുണ്ടോ? ഇവിടെ ഇങ്ങനെ രണ്ട് സ്പേസിംഗിൽ 2b 4b 6b സ്പെക്ട്രം ആണ് വരയ്ക്കണേ. ഇങ്ങനെ സ്പേസിംഗിലാണ് കിട്ടുക. പക്ഷെ ഇവിടെ നമുക്ക് ഈ ഡിസ്റ്റോർഷൻ കാരണം ഹയർ ലെവലിലേക്ക് പോകുന്നതോറും ഈ വാല്യൂ കൂടി വരും അല്ലെ. അപ്പൊ നമുക്ക് ഡിസ്റ്റോർഷൻ കാരണം each line is displaced slightly. each line എവിടേക്കാ വരിക? കുറച്ച് ഇവിടെ. നമുക്ക് അടുത്ത ലൈൻ ഇവിടെ ആയിരിക്കും വരിക, കുറച്ച് ഇവിടെ ആയിരിക്കും വരിക, ഇവിടെ ആയിരിക്കും അടുത്ത ലൈൻ വരിക. കുറച്ച് ലോവർ ഫ്രീക്വൻസി സൈഡിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മളുടെ കോൺസിക്വന്റ് ബോണ്ട് ഇലാസ്റ്റിക് ആണെങ്കിൽ കോൺസിക്വൻസ് എന്തായിരുന്നു? നമ്മളുടെ സ്പെക്ട്രം വൈബ്രേഷൻ ഫ്രീക്വൻസി ആണ് കിട്ടുക. ഇതില് ഈ ഇക്വേഷൻസ് എല്ലാം നമുക്ക് ബൈഹാർട്ട് ചെയ്തേണ്ടി വരും. അപ്പൊ ഒരു നേരത്തെ പറഞ്ഞു നമ്മളൊരു നോൺ റിജിഡ് റൊട്ടേറ്ററിന്റെ കേസിൽ സെപ്പറേഷൻ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഈച്ച് ലൈൻ ഓഫ് ദ സ്പെക്ട്രം സെപ്പറേഷൻ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ആസ് ജെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇത് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ഇ ജെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഒരു ഡിസ്റ്റോർഷൻ കോൺസ്റ്റന്റ് കൂടി അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്, ആ ടേം കൂടി വരുന്നുണ്ട്. അതിന്റെ വാല്യൂ നമ്മൾ പഠിച്ചു വെക്കണം. ആൻഡ് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി കൂടി നമ്മൾ പഠിച്ചു വെക്കണം. ഇനി ഇതിന്റെ
വൈബ്രേഷൻ അല്ലെങ്കിൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ഇലാസ്റ്റിക് ആണെങ്കിൽ വൈബ്രേഷൻ എനർജി ഉണ്ടാവും. മ്യൂ ബാർ എന്ന് പറയുന്നത് 1/2πc k/μ ആയിട്ടാണ് വരുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് സെലക്ഷൻ റൂൾ ഫോർ നോൺ റിജിഡ് റൊട്ടേറ്റർ മാറുന്നില്ല. ഡെൽറ്റ ജെ is equal to +or-1 തന്നെയാണ്. സോ ഒരു സിമ്പിൾ ട്രാൻസിഷന്റെ ഇക്വേഷൻ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ദിസ് ഇക്വേഷൻ കൂടി അറിഞ്ഞിരിക്കണം. ഈ ഇക്വേഷൻ കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. Okay, the spectrum of non-rigid rotator is similar to that of rigid rotator, except that each line is dispersed slightly to lower frequency region. Okay. അടുത്തത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ റിജിഡ് റൊട്ടേറ്ററും നോൺ റിജിഡ് റൊട്ടേറ്ററിന്റെ ഫണ്ടമെന്റൽ ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക. അതിന്റെ ഡിഫറൻസ് എങ്ങനെയാണെന്നുള്ളത് ഓർത്ത് വെച്ച ശേഷം നമുക്ക് വൈബ്രേഷനിലേക്ക് കടക്കാം. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ കൊറീസ് ആയിട്ട് ഞാൻ തരാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ തന്നെ സ്ലൈഡിൽ ഇട്ട് തരാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. താങ്ക് യു മിസ്.